കഴിഞ്ഞ 30 വർഷമായിട്ട് ബി ജെ പിയുടെ കുത്തക സീറ്റാണ് ബീഹാറിൽ ഇപ്പോൾ ജൻസ്വരാജ് പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രശാന്ത് കിഷോർ തിരിച്ചും 30 വർഷം ബി ജെ പിയുടെ സീറ്റുകൾ ആലോചിച്ച് നോക്കണുണ്ട്. 30 വർഷം. അതായത് ബാങ്കിപ്പൂർ, ബീഹാറിലെ ബാങ്കിപ്പൂർ മണ്ഡലത്തിലാണ് ഈ ബൈ ഇലക്ഷൻ ഉണ്ടായത്. ഈ ബൈ ഇലക്ഷൻ ഉണ്ടാവണ കാരണം നമുക്ക് പറഞ്ഞുതരാം. പക്ഷേ 30 വർഷം കൊണ്ട് ബി ജെ പിയുടെ കയ്യിൽ ഒരു സീറ്റ് മാറ്റിയെടുക്കുക, അതും ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രതാപകാലത്ത്, അതും ആ സീറ്റിൽ ആരാ നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ബി ജെ പിൻ്റെതാണെങ്കിലും കഴിഞ്ഞ 16 വർഷമായിട്ട് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ എന്തായിരുന്നു പുള്ളിയുടെ പേര്, നിതിൻ നവീൻ ആയിരുന്നു. അവിടുന്ന് രാജ്യസഭയിലോട്ട് അവർ എലക്ട് ചെയ്തിട്ട് അവിടുന്ന് രാജിവെച്ചിട്ട് ഇപ്പം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് മാറിയത്. ജെ പി നദ്ദ ഒഴിവായ സമയത്തായിരുന്നു ബി ജെ പി പെട്ടെന്നൊരാളെ, പുതിയൊരാളെ, അതായത് യുവാക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രായം കൊണ്ട് കുറഞ്ഞ ഒരാളെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഷോർ സീറ്റ്, ഒരു രീതിയിലും ആ സീറ്റ് തൊടാൻ പറ്റില്ല എന്നുള്ളൊരു സീറ്റിൽ നിന്നാണ് പുള്ളിനെ ആദ്യമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് നടന്ന ബൈ ഇലക്ഷനിലാണ് ബി ജെ പി 18,900 വോട്ടിൻ്റെ മാർജിനിലാണ് തോൽക്കുന്നത്. അവിടെ ബി ജെ പി 2ാം സ്ഥാനത്തോട്ട് പോകുന്നത്. അപ്പോൾ 1995 മുതലാണ് ഈ ഒരു ബീഹാറിലെ സീറ്റ്, ഈ ബാങ്കിപ്പൂർ സീറ്റ് ബി ജെ പിയുടെ കൈകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം 31 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിലെന്തത്ര പറയാനുള്ളത്? ഇത്ര പറയാനുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പം നമ്മുടെ രാജ്യത്ത് ബി ജെ പിയുടെ ഒരു പ്രതാപകാലമാണ് എല്ലാം കൊണ്ടും. വോട്ട് കട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, വോട്ട് മുക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, എന്തൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. അതവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? കൂട്ടത്തോടല്ല, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ബൈ ഇലക്ഷൻ പകരം ഒരു എന്താ പറയുക, ഒരു ലോക്സഭ ഇലക്ഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിയമസഭ ഇലക്ഷൻ ആയിക്കോട്ടെ, ഒരുമിച്ച് നടക്കുന്ന ഒരു കാര്യത്തിൽ അവർക്ക് പല പരിപാടികളും ചെയ്യാൻ പറ്റും. ബൈ ഇലക്ഷൻസ് വരുമ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബൈ ഇലക്ഷൻസ് വരുമ്പം അവർക്ക് കാര്യപ്പെട്ട ഈ പറഞ്ഞ ഗിമിക്കുകളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ തോൽവി ഉറപ്പാണ്. അത് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പല ബൈ ഇലക്ഷനിൽ നമ്മളിത് കാണാറുണ്ട്. ഇപ്പോൾ ഇന്ന് ബൈ ഇലക്ഷൻ നടന്ന 3 സ്ഥലത്തോട്ടാണ്. ഒന്ന് മധ്യപ്രദേശിലെ സീറ്റ്, അതുപോലെ തന്നെ പിന്നെ ഗുജറാത്തിലൊന്ന്, പിന്നെ ഒന്ന് ബീഹാറിൽ. ഇപ്പോൾ ബീഹാറിൽ ഈ ബാങ്കിപ്പൂർ ആണെങ്കിൽ, ഗുജറാത്തിലെ മഞ്ചൽപൂരാണ് തെരഞ്ഞെടുപ്പ്. അവിടെ ബി ജെ പി തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. അത് ഈ പറഞ്ഞ പോലെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ്, ഒരുപാട് കാലമായിട്ടുള്ള സിറ്റിംഗ് സീറ്റ്. പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് അവിടെ തന്നെ ഗുജറാത്താണ്. നമുക്കറിയാം അവിടെ ഏത് രീതിയിലാണ് എന്താ പറയുക, ഈ ഒരു മോദി ഭക്തി ഏറി വരുന്ന സ്ഥലമാണ്, അമിത്ഷാ ഭക്തി ഏറി വരുന്ന സ്ഥലമാണ്. കാശുകൊണ്ട് അവർക്ക് കാശ് ഒഴുക്കാനായിട്ട് അവിടെ നമ്മുടെ രാജ്യത്തെ എല്ലാ അംബാനിമാരും അദാനിമാരും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഗുജറാത്ത്. അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി അശുതോഷ് തിവാരിയെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിച്ചിട്ടുള്ളത്. അതായത് കോൺഗ്രസ് ആണ് അവിടെ മുമ്പിലെത്തിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. അതിലൊന്നും ഒരിളക്കവും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബീഹാറിലെ ഈ ബാങ്കിപ്പൂർ ഇതിലോട്ട് വരുന്ന സമയത്ത്, അപ്പോൾ നമുക്ക് ബീഹാറിൽ കഴിഞ്ഞ വട്ടം എങ്ങനെയാണ് ബി ജെ പി ജയിച്ചു വന്നതെന്ന് അറിയാം. അതായത് ആർ ജെ ഡിനെ തോൽപ്പിച്ചിട്ട് ബി ജെ പി NDA സഖ്യം നിതീഷ് കുമാറിൻ്റെ കൂടെ ജയിച്ചിട്ട് വന്നു. അല്ലെങ്കിൽ ഇലക്ഷൻ്റെ കുറച്ച് ദിവസം മുമ്പ് 10,000 രൂപ അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുത്തിട്ട് സ്ത്രീകളുടെ വോട്ട് നേടിയിട്ടാണ് അവിടുത്തെ ജയം ഉണ്ടായത് തന്നെ. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പുള്ളി അവിടെ നിന്ന് രാജ്യം വെച്ച് അത് ബി ജെ പിയുടെ കയ്യിലോട്ട് സീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ബീഹാർ കൊടുത്തതും നമ്മൾ കണ്ടു. അപ്പോൾ അവിടുത്തെ സീമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സാമ്രാജ് ചൗധരി ഏകദേശം നമുക്ക് തന്നെ പുള്ളിയുടെ പല ആക്ടിവിറ്റീസും, പുള്ളി പാൻപരാഗ് വെച്ചിട്ട് വരെ എന്താ പറയുക സഭയിൽ ഇരിക്കുന്ന വീഡിയോസ് ഔട്ടായിട്ടുണ്ട്. അതുപോട്ടെ, പാൻപരാഗ് എന്നുള്ളതൊന്നല്ല നമ്മുടെ വിഷയം. ഒരുപാട് കേസുകൾ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിൽ പോലും പ്രതിയായിട്ടുള്ളൊരു മനുഷ്യനാണ് ബി ജെ പിയുടെ ഈ പറഞ്ഞ സാമ്രാജ് ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ CM. അത് വാർത്തകൾ കാണാൻ കേട്ടോ. ഞാനായിട്ട് കൊടുത്ത കഥകളോ അല്ലെങ്കിൽ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളോ ഞാനിട്ട കേസൊന്നുമില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. എന്താ ബി ജെ പിയുടെ ഒരുവിധം കാൻഡിഡേറ്റ്സിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ബി ജെ പിയുടെ ഇപ്പം പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതങ്ങനെയാണ്, അതിലൊരു മാറ്റമില്ല. നമ്മുടെ സംഘീയ കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് കരയാന്നല്ലാണ്ട് സത്യാവസ്ഥ അതാണ്. ഗുണ്ടകളും തെണ്ടികളും തെറ്റുകളും ഒക്കെ തന്നെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാം. അപ്പോൾ ഇപ്പം ഇന്ന് ഈ ബാങ്കിപ്പൂറിന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ്റെ സീറ്റ് പോലും അടിച്ചെടുക്കാൻ പ്രശാന്ത് കിഷോറിന് പറ്റിയെങ്കിൽ, അതും 18,900 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ബി ജെ പിക്ക് ഒരു സിംഗിൾ സീറ്റിലോട്ട് ഒരു സിംഗിൾ ഇലക്ഷൻ വരുമ്പം അവിടെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, അവിടെ വോട്ട് വലിക്കാൻ പറ്റുന്നില്ല, തോന്നിയ പോലെ ആളുകളെ കൊണ്ടിടാൻ പറ്റുന്നില്ല. ഇപ്പം കോൺഗ്രസിനൊക്കെ ഒരു വിചാരമുണ്ട്, കോൺഗ്രസിനും ബാക്കിയുള്ള ബി ജെ പി അല്ലാത്ത ഇതര പാർട്ടികൾക്ക് വിചാരമുണ്ട്, ഞങ്ങളുടെ സീറ്റാണ്, ഞങ്ങളുടെ പണ്ടത്തെ സീറ്റാണ്, അവിടെ ഒന്നും വരില്ല, അവിടെ ഒരു അടിയൊഴുക്കും വരില്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴും കോൺഗ്രസിനുണ്ട്. അതാണ് കോൺഗ്രസിന് എല്ലായിടത്തും പറ്റാറുള്ളത്. അതായത് പ്രാദേശിക ലെവലിലോട്ടുള്ള പ്രവർത്തനങ്ങളില്ലാത്തതാണ് കോൺഗ്രസിന് എപ്പോഴും എല്ലാ സംസ്ഥാനങ്ങളും പറ്റാറുള്ളത്. കേരളത്തിൽ അത് അത്ര രീതിയിൽ പറ്റാത്തത് കേരളത്തിലെ ആളുകൾക്ക് കുറച്ചുകൂടെ രാഷ്ട്രീയ ബോധം ഉള്ളത് കൊണ്ടും അവർ ചിന്താഗതി നല്ലതായതുകൊണ്ടും ചിന്തിക്കുന്ന രീതി നല്ലതായതുകൊണ്ടും ഇവിടെ എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പിടിക്കാൻ പറ്റും. അതുകൊണ്ട് കേരളത്തിൽ വിചാരിച്ച പോലത്തെ ഒരു പിടുത്തം അവർക്ക് കിട്ടാത്തത്. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പരസ്പര ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറിവ് പോലില്ലാത്ത ആൾക്കാർ, അവർക്ക് പരസ്പര രാഷ്ട്രീയ ബോധങ്ങളോ ചിന്താഗതിയോ വളരെ കുറവുള്ള ആൾക്കാർ. അപ്പോൾ അവരെ പറ്റിക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു മാസ് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് അവിടെ ബി ജെ പിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേപോലെ സിംഗിൾ ഇലക്ഷൻ വരുമ്പോൾ അവരെ കൊണ്ടത് പറ്റുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ബാങ്കിപ്പൂരിലെ ഈ ഒരു ഇലക്ഷൻ 30 വർഷം കൊണ്ട് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വരാനുള്ള കാരണം.
എന്തുകൊണ്ടാണ് BJP വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നവരോ? അതായത് ഒരു സമയത്ത് എല്ലാ സ്ഥലത്തോടും നിയമസഭ, രാജ്യസഭ, ലോകസഭ എല്ലാവരും ഒരൊറ്റ ദിവസം ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ ഈസി ആയിട്ട് മുക്കാൻ പറ്റും. അതായത് ഇവരിപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് ആളുകൾ ഇറക്കും, മറ്റേ സംസ്ഥാനത്ത് നിന്ന് വോട്ട് ഇറക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അത് കാരണം ഒരൊറ്റ സമയത്താണ് ഈ ഇലക്ഷനൊക്കെ നടക്കുന്നത്. ഒരു വട്ടം ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പോരെ, സ്പെഷ്യൽ വണ്ടികൾ വെച്ചിട്ട് ബീഹാറിൽ നിന്ന് കുറവുള്ള സ്ഥലത്തോട്ട്, ബീഹാറിൽ നിന്ന് കൂടുതലുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ട് അവിടെ കൊണ്ട് പാർപ്പിക്കും, അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ട് പാർപ്പിക്കും. വളരെ ഈസി ആയിട്ട് ഇവർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് പല സമയത്ത് നടക്കുമ്പോൾ ആളുകൾ ഇത് നോട്ട് ചെയ്യും. അതാണ് ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം വണ്ണ് നോക്കുമ്പോൾ ഒറ്റയടിക്ക് കക്കാനും പറ്റും. പലവട്ടം കട്ട് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കളയും. അപ്പോൾ ഒരൊറ്റ കക്കലിൽ എല്ലാം കണ്ടിടിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് പൊതുവെ അവരുടെ കയ്യിലുള്ളത്. അങ്ങനെയാണ് ഇവരുടെ എല്ലാ പരിപാടികളും. ഇപ്പോൾ ഇന്ന് ബ്രിജ്ഭൂഷണ് എന്താ പറയുക, ഇത് കിട്ടിയത് നിങ്ങൾ ആരും കണ്ടോ? അതായത് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. 2023 ഗുസ്തി താരങ്ങളെ 10 വർഷം 2012 മുതൽ 2022 വർഷം പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ള കേസിലായിരുന്നു ജയിലിൽ പോയിരുന്നത്. വിത്ത് തെളിവ്, അതും മൈനറായിട്ടുള്ള പിള്ളേരെ വരെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു കേസ് നടന്നിരുന്നത്. എന്നിട്ട് എന്തായി? അന്ന് BJP പെടൽ പെട്ടതുകൊണ്ട് പുള്ളി രാജിവെച്ചു. രാജ്യസഭാ അംഗത്വം, ലോക്സഭാ അംഗത്വം മാറേണ്ടി വന്നു. മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഈ ഗുസ്തി ഫെഡറേഷൻ്റെ ഹെഡ് സ്ഥാനം മാറേണ്ടി വന്നു. എന്നിട്ട് എന്തായി? അത് കഴിഞ്ഞു. അതൊക്കെ ആൾക്കാരൊന്നും മറന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് താഴ്ന്നു എന്ന് കണ്ട സമയത്ത് കൂളായിട്ട് പുള്ളിക്ക് എതിരെ, അതായത് പുള്ളിക്കെതിരെ സംസാരിച്ച ആൾ വരെ മൊഴി മാറ്റി പറയേണ്ട അവസ്ഥയിലോട്ട് 2 വർഷം കൊണ്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ആൾ സുഖമായിട്ട് നടക്കുന്നു, പുറത്തിറങ്ങി. ഇന്ന് അയാളെ റിലീസ് ചെയ്തു. ഇപ്പോൾ നീറ്റ് എക്സാമിന് മോദിജി ഇന്നലെ വന്ന് പറഞ്ഞു, എല്ലാവരും ഞങ്ങൾ പിടിക്കും, അമത്തും കിടക്കും എന്നൊക്കെ പറഞ്ഞു. ഒന്നും നടക്കാൻ പോകുന്നില്ല. പിടിക്കും, നിങ്ങളെ കാണിക്കാൻ 1-2 ആൾക്കാരെ പിടിക്കും. ഒരു 6 മാസം കഴിഞ്ഞാൽ തെളിവില്ല നമ്മൾ അവർ വെറുതെ വിടും. അത് തന്നെയാണ് 2024 നീറ്റിൽ ഉണ്ടായ സംഭവം. 2024 നീറ്റിൻ്റെ പ്രധാന പ്രതിനെ പിടിച്ചു. അന്ന് വലിയ പ്രശ്നമായപ്പോൾ പിടിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ CBI പറഞ്ഞു ഇയാൾക്കെതിരെ കേസൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ തെളിവുകളൊന്നുമില്ല, നമ്മൾ വെറുതെ വിടാതെ. അപ്പോൾ ഇതുപോലെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. നമ്മളിപ്പോൾ കേസുമായിട്ട് നമ്മൾ നേരെ പോവാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ എടുത്തോട്ട് പോയപ്പോൾ അവർ പറയും നിങ്ങൾ കോടതി പൊക്കോന്ന് വരും, ട്രിബ്യൂണലിൽ പൊക്കോന്ന് വരും. അവിടെ കോടതി പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് ഇലക്ഷൻ കമ്മീഷനിലോട്ട് പൊക്കോന്ന് വരും. ഇനി അതല്ല പോലീസിൻ്റെ അടുത്ത് പോയി അവർ പറയും ED-ലോട്ട് പൊക്കോന്ന് വരും. ED പോയി NIA പോകുമ്പോൾ, NIA പോയാൽ പറഞ്ഞല്ലോ CBI പോകുമ്പോൾ വരും. ഒരു സ്ഥലത്തും പോയാൽ നമുക്ക് നീതി കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ കോടതി അടക്കം ഒരു സംവിധാനങ്ങൾ, കംപ്ലീറ്റ് സംവിധാനങ്ങൾ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞുവിടെ. നമ്മുടെ നാടുണ്ടല്ലോ നശിച്ച് നാറാണക്കല്ലെടുക്കും. നമ്മളിങ്ങനെ മറ്റേ പ്രാചീന യുഗത്തിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ, നമ്മൾ മറ്റേ മരവുരിയൊക്കെ വെച്ചിട്ട് ഹമ്പും ബില്ലെടുത്ത് നടക്കേണ്ട കാലത്തിലോട്ട് പോകും. അപ്പോഴേക്കും നമ്മുടെ മുടിഞ്ഞു. നിങ്ങൾ കണ്ട അടുത്ത് നമ്മുടെ നാട് പൊട്ടാൻ പോകുന്ന അടുത്തൊക്കെ ഫിനാൻഷ്യൽ ക്രൈസിസ് വരാൻ പോകുന്നത്. എഡ്യൂക്കേഷണൽ ക്രൈസിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, അതതിൻ്റെ മൂർധന്യാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസ് വരും, ഫ്യൂവൽ എന്താ പറയുക ഇഷ്യൂസ് നമുക്ക് വരും. ഓൾറെഡി E20 പേരിലും മറ്റേൻ്റെ പേരിലും ആരൊക്കെ ഇവിടെ പൈസ ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളെടുത്തോ, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തോ അവിടെയൊക്കെ വലിയ അഴിമതി നടക്കുന്നില്ല. ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്നുള്ള പരിപാടി മാത്രമേ രാജ്യത്ത് നടക്കുന്നുള്ളൂ. അപ്പം മണ്ടന്മാരായിട്ടുള്ള ഈ BJP സംഘവോളി ഭക്തന്മാരങ്ങ് മാറ്റി നിർത്തി ബാക്കിയുള്ള ജനങ്ങളെ ചിന്തിക്കുക, മനസ്സിലാക്കുക എന്താണ് രാജ്യത്ത് നടക്കുന്നത്. മൂക്കുകുത്തി താഴെ വെക്കുമ്പോഴേ മൊത്തം വിടിഞ്ഞിങ്ങനെ ഈ ചളിങ്ങിയ മോന്തായിട്ട് നമ്മുടെ രാജ്യം മാറും. അങ്ങോട്ടൊന്ന് എത്താണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ശരി.